എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മീഘയാണ്. ഓസ്ട്രിയയിൽ PhD ഒക്കെ എടുത്ത് അവിടെ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മീഘയോട് ഓസ്ട്രിയ എന്ന രാജ്യത്തിന്റെ പ്രത്യേകതകളും അതുപോലെ ഒട്ടനവധി കാര്യങ്ങളും ഒക്കെ നമുക്കിന്ന് ചോദിച്ചറിയാം. സ്വാഗതം. ഓസ്ട്രിയയിൽ ജർമ്മൻ ആണല്ലോ ലാംഗ്വേജ്. പലർക്കും ഈ ഓസ്ട്രിയയും ഓസ്ട്രേലിയയും മാറിപ്പോകാറുണ്ട്. യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല. ഓസ്ട്രേലിയ ആണെന്നാണ് ചിലരൊക്കെ വിചാരിക്കുന്നത്. അതെ അതെ ഓസ്ട്രിയ എന്ന രാജ്യത്തേക്ക് എങ്ങനെ വരാം എന്നൊക്കെ അന്വേഷിച്ച് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കുറെ പേർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി തുടങ്ങിക്കൂടെ, നിങ്ങൾക്കും സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഗൈഡൻസ് തുടങ്ങിക്കൂ അല്ലെ ചെയ്ത് കൊടുത്തുകൂടെ എന്ന്. അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മളും അങ്ങനെ ഒരു കൺസൾട്ടൻസി തുടങ്ങാൻ തീരുമാനിച്ചു. ബ്രൈറ്റ് ഷെയ്ഡ് കൺസൾട്ടൻസി എന്നാണ് എൻ്റെ പേര്. അപ്പം ഇപ്പം നമ്മൾ ഓസ്ട്രിയ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ അവിടെ ജീവിക്കുന്നവരാണ്, അവിടെ പഠിച്ചവരാണ്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കാൻ പറ്റും സ്റ്റുഡൻസിന്. അപ്പോൾ ഓസ്ട്രിയയിൽ ഉപരിപഠനം പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് നമ്മൾക്ക് കോൺടാക്ട് ചെയ്ത്, ശരിക്കും ഓസ്ട്രിയയിൽ വന്ന് പഠിക്കണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് തരുന്നതായിരിക്കും. കൺസൾട്ടൻസി ആണ്, ഏജൻസി അല്ല. ഒരു ഏജൻസി അല്ല, നമ്മൾ കൺസൾട്ടൻസി ആണ്. നമ്മൾ ഒരിക്കലും സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, ഉറപ്പായിട്ടും നമ്മൾ മേടിച്ച് തരും, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഓസ്ട്രിയയിൽ അങ്ങനെ ഏജൻസി വഴി ഒരാൾക്കും അഡ്മിഷൻ കൊടുക്കുന്നില്ല. അത് പല ഏജൻസികളും ഇവിടെ ഫേക്ക് പ്രോമിസസ് സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും നന്നായിട്ട് ഒരു സ്ട്രോങ് CV ബിൽഡ് ചെയ്ത് നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇടും. പിന്നെ വിസയ്ക്കും കുറേ ഒരു ലോങ് പ്രോസസ്സാണ് വിസ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യും, അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ അസിസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മളൊരു കൺസൾട്ടൻസിയാണ്, നമ്മളൊരു ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് സ്റ്റുഡൻസിന് കൊടുക്കും. അവിടുത്തെ ജീവിത ചെലവുകൾ, അവിടുത്തെ വരുമാനം, ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ത്യയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അവിടെ ഇന്ത്യനേക്കാളും ഒബ്വിയസ്ലി നല്ല വരുമാനം കിട്ടും, പക്ഷെ അതുപോലെ തന്നെ ചെലവുണ്ട്. പക്ഷെ യൂറോപ്പിലുള്ള എന്തൊരു ജോലി ചെയ്താലും ആ ഒരു നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നമുക്കൊരു ഡീസന്റ് ലൈഫ് അവിടെ കിട്ടും. നമ്മൾ ഫുള്ളി ഇൻഷുർഡ് ആയിരിക്കും. അത് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ എന്ത് പറ്റിയാലും നമുക്കവിടെ ഫുൾ എല്ലാം ഇൻഷുറൻസ് കവർ ചെയ്തോളും. ടാക്സിനും സ്ലാബ് ഉണ്ട്. ഇപ്പം ഇയർലി ഒരു 40% ടാക്സ് പോകും. അപ്പൊ അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നാറില്ലേ? അതായത് നമ്മുടെ വരുമാനത്തിന്റെ പകുതിയും ടാക്സ് കൊണ്ടുപോകുന്നു. അതിനെപ്പറ്റി ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ടു ബി ഓണസ്റ്റ്. കാരണം കിട്ടുന്നതിന്റെ 40% ടാക്സ് ആണ് പോകുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഒരു ടാക്സും ഇൻഷുറൻസും കൂടെ കൂടിയിട്ടാണ് 40% പോകുന്നത്. പിന്നെ അവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു നാളെ എൻ്റെ ഒരു ജോലി അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിപ്പം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ 80% എനിക്ക് അൺഎംപ്ലോയ്മെന്റ് മണിയായിട്ട് ഗവൺമെന്റ് തരും. അപ്പൊ അതൊരു വലിയ ബെനിഫിറ്റ് ആണ് ഫസ്റ്റ് കേസിൽ. ഇപ്പം ജോലിക്ക് നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് നമ്മളെ നോക്കിക്കോളും. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നതിൽ നമുക്ക് അവർ തന്നെ റീപേ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ കാരണം 1 ഇയർ നമ്മളവിടെ ടാക്സ് കൊടുത്ത് ജീവിച്ച ജോലി ചെയ്ത ഒരാളാണെങ്കിൽ പിന്നെ അൺഎംപ്ലോയ്മെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റ് നമ്മളെ ഒരു 2 വർഷം വരെ അവർ നോക്കും. പിന്നെ അവർ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കും, ഫ്രീ ആയിട്ട് എന്തെങ്കിലും കരിയർ കൗൺസിലിങ്ങിന് വിടും, കരിയർ കോച്ചിങ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യിക്കും. അതൊന്ന്. പിന്നെ ഇൻഷുറൻസും ഗവൺമെന്റ് നോക്കിക്കോളും. പിന്നെ നമ്മൾ ഇത്രയും ടാക്സ് കൊടുക്കുന്നതിന്റെ നമുക്ക് അവിടെ അത് കാണാനുണ്ട്. ഒരു റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിനുള്ള കാണാനുണ്ട്, അതിനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്. അതിൽ വിയന്ന എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളതാണ്. നമുക്ക് എവിടെ പോകണേലും കാറൊന്നും എടുത്ത് പോകേണ്ടി വരില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്ടം പോലെയുണ്ട്. അപ്പം നമ്മൾ ഈ കൊടുത്ത ടാക്സ് നമുക്ക് ശരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഒരു റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇപ്പം നാട്ടിലത്തെ ഒരു പ്രധാന പ്രശ്നം, അവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് പോകാനേ പറ്റൂല. ഇപ്പം എറണാകുളത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നല്ല ദേഷ്യം വരും ഈ ബാക്കിയുള്ള ആൾക്കാരുടെ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ. ഈ പറയുന്ന പോലെ ഓസ്ട്രേലിയ ചെന്നപ്പോൾ ഒരു സ്വർഗത്തിൽ ചെന്ന പോലെ തന്നെ തോന്നിയോ? എനിക്ക് തുടക്കത്തിൽ നാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലപോലെ എന്തായാലും മിസ് ചെയ്യില്ല. പക്ഷേ വീട്ടുകാരെ, പിന്നെ ഭക്ഷണം, അതൊക്കെ. പക്ഷെ അതല്ലാതെ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോഴേക്കും ഓക്കെ, ഞാൻ എത്തപ്പെട്ടത് നല്ലൊരു രാജ്യത്ത് തന്നെയാന്നുള്ളൊരു ആശ്വാസം, സന്തോഷമൊക്കെ. നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? നാട്ടിലേക്ക് വരുമ്പോ എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് ആക്ച്വലി താല്പര്യം തോന്നും. പക്ഷെ ഒന്ന് വണ്ടി എടുത്തുന്ന റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എത്രയും വേഗം തിരിച്ചു പോകാൻ തോന്നും. പിന്നെ അതൊരു സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം വണ്ടി ഓടിച്ചില്ലെങ്കിലും വണ്ടിയുടെ സൈഡിലിരുന്നാൽ തന്നെയാലും
ഇതിലേക്കിടെ ഒരു റൂൾസ് നോക്കാതെ ഇവിടെ എന്തുമാത്രം ആക്സിഡന്റ് കേസസ് ആണ് എന്നും വരുന്നത്. അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഒരു റൂൾസോ ഒന്നും നോക്കാതെ വണ്ടി ഓടിക്കും. പിന്നെ ഒരു 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 ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഈ റോഡിൽ ഓറഞ്ച് ലൈറ്റ് തെളിയുമല്ലോ, അതായത് ശ്രദ്ധിച്ച് പോകണം എന്നുള്ളതിൽ ഓറഞ്ച് ലൈറ്റ്, അതിന്റെ തൊട്ട് താഴെ എന്തിന്റെ മൈജിയുടെ പരസ്യം. അപ്പൊ നമ്മൾ പരസ്യം നോക്കണോ അതോ, കാരണം അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന നമ്മൾ അത്രയും ശ്രദ്ധിച്ച് പോകാനായിട്ടാണ്. അതിന്റെ താഴെ വരെ, അതായത് ആ ഒരു പോസ്റ്റിന് താഴെ പരസ്യം. അപ്പം എന്താണ് ഇത് ഇങ്ങനെ, അത്ര പോലും ഒരു ചിന്തിക്കാതെയാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെയാണെന്നൊക്കെ തോന്നിപ്പോവും. വളരെ ശ്രദ്ധയോടെ റോഡിൽ വണ്ടി ഓടിക്കേണ്ട സമയത്ത് മനുഷ്യന്റെ ശ്രദ്ധ മാറ്റുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് അതെ റോഡിൽ വെക്കുന്നത്. ഇതൊന്നും ആരും ചോദിക്കാനില്ല. ഒരിക്കലും നടക്കുകയല്ലോ. ഒരു പരസ്യമില്ല, ഒന്നുമില്ല. ആകെ പരസ്യമുള്ള ബസ് വെയിറ്റിംഗ് ഷെഡില്, അതായത് ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് നോക്കാം, കാരണം വെയിറ്റ് ചെയ്യുമ്പോൾ സമയമുണ്ട് നോക്കാം. അതല്ലാതെ വേറെ ഒരു പരസ്യങ്ങളും ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം വണ്ടി ഓടിക്കാൻ നേരത്തെ കുട്ടികളുടെ സീറ്റ്, ചൈൽഡ് സീറ്റ് നിർബന്ധമാണ്. ചൈൽഡ് സീറ്റിൽ ഇരുത്തി ബെൽറ്റ് ഇട്ടിട്ടേ കുട്ടികളെ ഇരുത്താവുള്ളൂ. ഞാനിവിടെ കാണുന്നുണ്ട് പിള്ളേർ ഇങ്ങനെ വെറുതെ ബാക്ക് സീറ്റിൽ വെറുതെ ഇരിക്കുന്നു. എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ പിള്ളേർ തെറിച്ച് ഫ്രണ്ടിലെത്തും, അവർക്ക് ഇഞ്ചറി പറ്റും. നമ്മളെപ്പോലെ അത്ര ചെറിയ ശരീരമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഫേറ്റൽ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു റോഡ് സേഫ്റ്റിയിൽ ശരിക്കും ഇതൊന്നും പാലിക്കാത്തതുകൊണ്ടാണ് ഇത്ര അധികം അപകടങ്ങളും മരണങ്ങളും ഉണ്ടാവുന്നത്. കേരളത്തിലും ഇന്ത്യയിലെയും ഭംഗി തന്നെ കളയുന്നത് ഈ വലിച്ചു കെട്ടിയ ഫ്ലെക്സ് ബോർഡുകളും പരസ്യങ്ങളും. ഓസ്ട്രിയയിലെ ഭക്ഷണ വൈവിധ്യങ്ങള്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, അല്ലെങ്കിൽ തീരെ പറ്റില്ല എന്ന് തോന്നിയത്. നമ്മുടെ കേരളീയരുടെ ഭക്ഷണമാണ് ഏറ്റവും നല്ലതെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഓസ്ട്രിയയിൽ അങ്ങനെ ഭക്ഷണ വൈവിധ്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഒരു കയ്യിലൊതുങ്ങുന്ന ഭക്ഷണങ്ങൾ അവർക്കുള്ളൂ. അവർക്കെല്ലാം തന്നെ ഗ്രിൽഡ്, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ബേക്ക് ചെയ്തിരുന്നു, ഗ്രില്ല് ചെയ്യുന്നു, അങ്ങനത്തെയൊക്കെ ഉള്ളൂ. ഫ്രൈഡ് ഐറ്റംസ് കുറച്ചേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ നമ്മളെ പോലെ ഒത്തിരി വിഭവങ്ങൾ ഒന്നും അവർക്കില്ല. പക്ഷെ എനിക്ക് തുടക്കത്തിൽ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ശീലമായി. എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. നമുക്ക് അവിടെ നിന്ന് നമുക്ക് എല്ലാം ചെറിയൊരു പോർഷനാണ് അവിടെ കിട്ടുള്ളൂ. എന്നുവെച്ചാൽ പാകത്തിന് വയറ് നിറയും, ഒത്തിരി ഓവർ ഫില്ലായെന്നൊരു തോന്നലൊന്നും വരത്തില്ല. അപ്പൊ നമുക്ക് എനർജി കുറയുന്നു, നമ്മൾ പോയി കഴിക്കുന്നു, ഒരു റീചാർജ് ചെയ്ത് പോകുന്നു. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. അധിക സമയം വേണ്ട. പിന്നെ ചിലപ്പോൾ ബേക്കിംഗ് ഒക്കെ കുറച്ച് ലോങ് പ്രോസസ് ആയിരിക്കും, പക്ഷെ ഒത്തിരി സ്റ്റെപ്പുകളൊന്നുമില്ല. എല്ലാം മാരിനേറ്റ് ചെയ്യുക, ബേക്ക് ചെയ്യുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കലോ, അങ്ങനെ ഇത്ര ലെങ്തി പ്രോസസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് പൊതുവെ ജനറലി കേരള ഫുഡ് തന്നെയാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് വേറൊരു സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാൽ എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല. ഓസ്ട്രിയല്ല, നാട്ടില്. ഞാൻ പലപ്പോഴും എനിക്ക് കപ്പ ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി, ഇതെല്ലാം കഴിക്കണം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കും വരുന്നത്. പോയി കഴിക്കും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. അതാ ചിലപ്പോ അതായിരിക്കും. കാരണം ഒന്നും അങ്ങ് എന്താ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാത്തിനും ഒന്നെങ്കിൽ ഭയങ്കര മസാല. ഇതിൽ നന്നായിട്ട് ഞാൻ കുക്ക് ചെയ്യും. ഞാൻ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ വൃത്തിയില്ലായ്മ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ ആ ഒരു ഏരിയയിലായിട്ട് അധികം പോവാത്തോണ്ട് പിന്നെ വലിയ നോക്കാലോ. എന്നാലും വൃത്തിയില്ലായ്മ, നമ്മൾ ഈ കയ്യില് ഗ്ലൗസ് ഇടാതെ പിടിക്കലും, ഇതൊക്കെ എന്തായാലും. ഈ മലയാളിയുടെ ഭക്ഷണ രീതിയുടെ പുറകില് ഇപ്പൊ ഓരോ വീടുകളിലും ഒരു വീട്ടമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിതം ഹോമിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ എല്ലാ ഫുഡ് ഐറ്റംസും അങ്ങനെയാണ്. പലതരം തോരൻ, ചോറും കറിയും ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസം മുഴുവൻ അടുക്കളയിൽ ഹോമിക്കപ്പെടുവാണല്ലോ. നേരെ മറിച്ച് ഈ യൂറോപ്പിലൊക്കെ 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ഇതുപോലെ ഒരുപാട് മസാലകൾ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ പകുതി വേവിച്ച്. ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടോ? പകുതി വേവിച്ച് എനിക്ക് ആദ്യം ഒട്ടും പറ്റുന്നില്ലായിരുന്നു. സാലഡ്സ് ഒന്നും ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ സാലഡ്സ് എല്ലാം കഴിച്ചു തുടങ്ങി. ഇപ്പൊ എന്തോ എന്റെ ടേസ്റ്റ് ബഡ്സ് കുറച്ച് ആ ഒരു രീതി, അധികം മസാല ഒന്നും ഇല്ലാത്ത ഫുഡിനോട് ഫേവർ ആയി തുടങ്ങി. അതാണ് ഇഷ്ടം. ഇതും ഇഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പുറത്ത് പോയി കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റ് കിട്ടുന്നില്ല. എന്തെങ്കിലും ഓവർ മസാല ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിരിക്കും. അപ്പൊ ഒട്ടും അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ഇടമല്ല. പൊതുവെ ഈ യൂറോപ്പിൽ തന്നെ ഇരുന്ന മലയാളികള് അവിടുത്തുകാരെ ഒരുപാട് വെറുപ്പിക്കുന്നത് നമ്മുടെ മതവിശ്വാസങ്ങളും ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ട് പെരുന്നാളുകളൊക്കെ നടത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിലും മതത്തിൽ നിന്നൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ, അതിനുള്ളൊരു അവസരം കൂടെയാണല്ലോ യൂറോപ്പിലേക്കൊക്കെ പോകുന്നത്. ഇതുവരേക്കും ഓസ്ട്രിയ എന്ന രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരേക്കും നടന്നിട്ടില്ല. ഇപ്പം കുറച്ചുപേരെ വരുന്നുള്ളല്ലോ. അതെ, ആഘോഷങ്ങളുണ്ട്. പല രാജ്യങ്ങളുടെയും രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആഘോഷങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെതായ രീതിയിലുള്ള പ്രോപ്പർ, ഇപ്പൊ ഒരു വഴി തടഞ്ഞാലും വേറെ വഴി ചിലപ്പം അതുവഴി പോകാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ രീതിയിൽ പ്രോപ്പർ കൺട്രോളിലാണ് നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടത്, ഈ പാരീസിൽ കുറെ ഇന്ത്യൻസ് റോഡിൽ തേങ്ങ ഉടച്ച്, ഇപ്പൊ കണ്ടപ്പോ തന്നെ തോന്നുന്നു റോഡ് മൊത്തം വൃത്തികേടായിട്ട്
അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ ആണെന്നുള്ള രീതിയിൽ, കാരണം അത് വെച്ചിട്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യുള്ളൂ ബാക്കി ആൾക്കാര്. ഓ ഇന്ത്യൻസ് ഇങ്ങനെയാന്ന് ഒരു പൊതുവെ ഒരു ലേബൽ വരും. അവിടെ ഒരു സാധാരണ ജോലികൾ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തികളും ഉണ്ട്. അവിടെ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾക്കും അല്ലെ പണ്ട് മുതലേ വന്ന് നിൽക്കുന്ന ആളുകൾക്കുമാണ് അതിന്റെ ഒരു കേട് വരുന്നത്. അതെ, സത്യം. പൊതുവെ ഇങ്ങനെ ഓക്കെ ഇന്ത്യൻസ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു പിക്ചറൈസേഷൻ നമ്മളുടെ അടുത്ത് വരും. അപ്പം അതൊക്കെ കാരണം കുറച്ചൊക്കെ ചിലപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്ക് കിട്ടിയാലും അതിന്റെ റീസൺസ് നമ്മുടെ സ്വഭാവം തന്നെയാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചർ ഇല്ലായ്മയാണ് അവിടെ. UK-യില് എവിടെയോ കയറിയിട്ട് അവിടെ ബീഫ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുന്നു, അവിടുത്തെ തല്ലി ഓടിക്കുന്നു. ഇതിന്റെയൊക്കെ വീഡിയോസ് വന്നിരുന്നു. നമ്മുടെ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോകുമ്പോഴത്തേക്കും ആ രാജ്യത്തിൽ എങ്ങനെയാണോ അതുപോലെ ജീവിക്കണം. അല്ലാണ്ട് നമ്മളെ അവിടെ അടക്കി അവിടെ കോൺക്വർ ചെയ്ത ഒരു ഫീല് വരരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എന്നാണ്. ഇതേ പ്രശ്നം തന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് അവിടെ വരുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടല്ലോ. ഈ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു +2 കഴിഞ്ഞ ഉടനെ ഒരു സ്റ്റുഡന്റ് വിസയിൽ കിട്ടുന്നതിൽ ചാടിക്കയറി യൂറോപ്പിലെത്തിയാൽ അങ്ങനെ ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ള പല പിള്ളേർക്കും ഉള്ളത്. അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണ്? ഇവരുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പുറത്ത് പോയി എഡ്യൂക്കേഷൻ എടുക്കുന്ന കൊണ്ട് അതിൽ ആഗ്രഹിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പിന്നെ പുറത്തൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിൽ നല്ലതാണ്. പക്ഷെ പഠിക്കണം എന്നുള്ളൊരു മൈൻഡായിട്ട് വരണം. അല്ല എങ്ങനെയും അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോബും അത്രയും ചെയ്ത് അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞ് പറ്റിയ അങ്ങനത്തെ രാജ്യമല്ല ഓസ്ട്രിയ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ കാനഡയിൽ UK-യിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ ഓസ്ട്രിയക്ക് വരുന്നവര് പഠനം ഒരു പ്രൈമറി ചോയ്സ് ആയിട്ട് എടുക്കുക, പിന്നെ അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈമും ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. ഈ പറയുന്ന ഇപ്പൊ കേരളത്തിലുള്ളവർ +2 കഴിഞ്ഞ ഉടനെ തന്നെയൊക്കെ അവിടെ ചെന്ന് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഇപ്പൊ ഈ ഓസ്ട്രേലിയ തന്നെയുള്ളവരുണ്ടല്ലോ, അവരൊരു വിദ്യാഭ്യാസത്തിന് ശേഷം എങ്ങനെയാണ് തുടർന്ന് പഠിക്കുവാണോ അതോ അല്ലെങ്കിൽ അവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ടോ? അവര് സ്കൂള് കഴിഞ്ഞ ഉടനെ തന്നെ പാർട്ട് ടൈം ചെയ്തിട്ടാണ് ബാച്ചിലേഴ്സ് ഒക്കെ തീർക്കുന്നത്. ഏകദേശം എത്ര പ്രായം മുതൽ അവർ ഈ പാർട്ട് ടൈം ജോലികൾ? 17 ഇയേഴ്സ് കഴിയും. അതായത് സ്കൂൾ കഴിയുന്നത് 17-18 ഇയേഴ്സ് ആകുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് അവര് ബാച്ചിലേഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം, എല്ലാവരും തന്നെ പാർട്ട് ടൈം ചെയ്തിട്ടാണ് ചെല്ലുന്നത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവര് പാർട്ട് ടൈം ജോലി ചെയ്തതിന്റെ കുറെ സ്റ്റോറീസ് ഒക്കെ പറയായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇന്ത്യൻസ് ഇപ്പൊ ഫുൾ ടൈം പഠനം മാത്രമായിരിക്കും. ഇപ്പൊ ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും ഫുൾ ടൈം കോഴ്സസ് ആണ്. പക്ഷെ അവിടെ ഫുൾ ടൈം കോഴ്സ് അല്ല, പാർട്ട് ടൈം കോഴ്സസ് ആണ്. ചിലപ്പോൾ Monday to Thursday ഉണ്ടാകത്തുള്ളൂ, പിന്നെ 3 മണി വരെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് സദാസമയം ക്ലാസ് ഇല്ല. അപ്പൊ സമ്പന്നരായ വീടുകളിലെ കുട്ടികളാണെങ്കിലും എല്ലാവരും ഇപ്പൊ സ്റ്റുഡൻസ് തന്നെയായാലും അവരൊരു ചോയ്സ് എടുക്കുവാണ്. ഞാൻ പഠിക്കുന്നത് ഞാൻ തന്നെ ജോലി എടുത്ത് അതിന് ട്യൂഷൻ ഫീസ് അടയ്ക്കും, അങ്ങനത്തെ ഒരു രീതിയിലാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് വരെ. ഇപ്പൊ എത്ര സമ്പന്ന കുടുംബത്തിലാണെങ്കിലും പിള്ളേര് അങ്ങനത്തെ ഒരു ചോയ്സ് അപ്പോഴേ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കും. അവര് ഏകദേശം എത്ര വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നവര് കുറവായിരിക്കുമല്ലോ, ഒരു സമയം ആകുമ്പോഴേക്കും ഇവര് മാറുന്നല്ലേ? 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവര് മാറി താമസിക്കുകയാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. പിന്നെ പേരൻസ് എങ്ങനെ അവരുടെ രീതിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുമോ? പേരൻസ് ഒറ്റയ്ക്ക് ജീവിക്കും. പിന്നെ പേരൻസിനെ ഒരു ജസ്റ്റ് വിസിറ്റേഴ്സ് പോലെ ആകും. ഇവരൊക്കെ സമയം കിട്ടുമ്പോൾ ഇവര് പേരൻസിനെ ഒന്ന് കാണും, പേരൻസിന് ഫ്രീ ആകുമ്പോഴത്തേക്ക് അവരെ പോയി കാണും. അപ്പൊ പിന്നെ ഒരു എന്താ പറയുക, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിസിറ്റേഴ്സ് പോലെയാകും. പക്ഷെ എന്നാലും അവർ തമ്മിലുള്ള ഒരു പേരൻറ്റിങ്, ആ ഒരു ബോണ്ട് എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ 18 ഇയേഴ്സ് മുതൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ മാറി ജീവിക്കും. 18 കഴിഞ്ഞിട്ട് അവിടെ പൊതുവെ പിള്ളേര് വീട്ടിൽ നിൽക്കാറില്ല. ഇപ്പൊ മിക്കപ്പോഴും ഇപ്പൊ അവർക്ക് പാർട്ട്നേഴ്സ് അവർ തന്നെ ചൂസ് ചെയ്യും. 18 ഇയേഴ്സ് മുതലുള്ള പാർട്ട്നേഴ്സ് അവർ ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്. അവിടെയുള്ളവർ ഈ പറയുന്ന പോലെ എത്ര വയസ്സ് മുതലൊക്കെ ആയിരിക്കും ഇവര് ഈ പറയുന്ന ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ രീതിയിലേക്ക്? അത് സ്കൂൾ ടൈമിലും ഉണ്ടാവും. പക്ഷെ അവര് 18 ഇയേഴ്സിന് ശേഷമായിരിക്കും ഒരുമിച്ച് താമസിച്ച് തുടങ്ങുന്നത്. അതുവരേക്കും സ്വന്തം വീട്ടിൽ തന്നെയായിരിക്കും. അപ്പൊ അതിനുശേഷം 18 ഇയേഴ്സ് മുതലുള്ള എല്ലാവർക്കും തന്നെ ഒരു പാർട്ട്ണർ അവിടെ ഉണ്ടാവും, ഒരുമിച്ച് താമസിച്ചോളും. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതും തമ്മിൽ ഏതാ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? അവിടെ ഈ പേരൻസ് തീരെ വയ്യാതാകുമ്പോഴേക്കും ഒരു നല്ല ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറുമായിരിക്കുമല്ലോ അല്ലേ? പൊതുവെ എല്ലാരും അങ്ങനെയാണ് ചെയ്യുന്നത്. വയസ്സാകുന്ന പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സിസ്റ്റമാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? ഇവിടെ ആണെങ്കിലും ഈ വയസ്സാകാലത്ത് പിള്ളേര് നോക്കുമെന്ന് പറഞ്ഞാലും പേരൻസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം അവര് കുറെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വരെ എന്നെ പ്രായമാകുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മക്കളെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് അത് ചെയ്യണം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം മക്കൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് പറ്റില്ലായിരിക്കും. അപ്പം അവരുടെ ഏജിലുള്ള കുറെ പേര് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം, അവരവിടെ ആരും അവർക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ല. അവര് പിള്ളേരെ വളർത്തുന്നു, അവര് വലുതായിട്ട് അവരുടെ ഒരു പ്രായപൂർത്തിയായിട്ട് അവരുടെ ലൈഫ്, അല്ല അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല
നമ്മൾ പ്രായമാകുമ്പോഴത്തേക്ക് അവർ നമ്മളെ നോക്കണം എന്നുള്ളത്. അത് പിന്നെ ഒരിക്കലും ഒരു പിള്ളേർക്ക് ഒരു ബേർഡനോ ആവാനും പാടില്ല. അല്ല, അവർക്ക് അത് സാധിക്കുന്ന ഈ പറയുന്ന പോലെ 18 വയസ്സ് കഴിയുമ്പോൾ പിള്ളേർ അവരുടെ കാര്യം നോക്കി പോവാണല്ലോ. പിന്നെ ഇവര് സമ്പാദിക്കുന്ന അവർക്ക് കരുതി വെക്കാം. ആ കരുതി വെക്കുന്ന തുക കൊണ്ടാണല്ലോ അവർ അവസാനം ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറുന്നത്. അവർക്ക് വളരെ അന്തസ്സോടെ അവിടെ സുഖമായിട്ട് ജീവിക്കാം. നേരെ മറിച്ച് ഇവിടെ എന്ന് പറഞ്ഞാല് പൊതുവെ ഇവിടെ കാണുന്ന ഒരു സ്വഭാവം, ഇപ്പം അച്ഛനമ്മമാരുടെ കടങ്ങൾ തീർക്കാനായിട്ടാണ് കുട്ടികൾ അച്ഛന്റെ അമ്മയുടെ കടങ്ങൾ പിള്ളേരുടെ തലയിലേക്ക് വെച്ചു. അതെ അതെ, അവരിലാണ് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വളർന്നു വരുന്നത് അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയൊന്നും ഇല്ല. സ്വന്തമായിട്ട് ജീവിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ജോലി എടുക്കണം. ഇപ്പൊ അവരുടെ പെൻഷൻ ഫണ്ട്, ഇപ്പം പെൻഷൻ ഫണ്ട് കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത്. പിന്നെ പേരൻസ് പിള്ളേർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പിള്ളേര് തിരിച്ചു. അല്ലെ, പിള്ളേരുടെ കാര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ടെ ഇപ്പൊ നാട്ടിലെന്ന് പറഞ്ഞാല് പേരൻസ് മക്കൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുവാണല്ലോ. അത്രയും ചെയ്തിട്ടും ഇവർക്കൊന്നും തിരിച്ച് ലഭിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനവന് വേണ്ടി കൂടെ ജീവിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഇല്ല, പയ്യെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഈ പറയുന്ന പോലെ വിവാഹം കഴിക്കുന്ന ആളുകള് കുറഞ്ഞു വരുന്നു, സിംഗിൾ ലൈഫ് ജീവിക്കുന്നവര്, അങ്ങനത്തെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അതിപ്പം രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് അവർക്കൊരു കുട്ടികളൊക്കെ ഉണ്ടായിട്ടും ഒക്കെ അവർ രണ്ടുപേർക്ക് മനസ്സിലായി അവര് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ അങ്ങനെ ഒരു തോട്ട് വന്നതിന് ശേഷമാണ് ഒരു പ്രപ്പോസലും പിന്നെ കല്യാണത്തിനോടൊക്കെ മാറുള്ളൂ. കുട്ടികളൊക്കെ ആയതിനു ശേഷം എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ കുട്ടികളായിരിക്കും. അതുകൊണ്ടായിരിക്കും മാരേജ്. കാരണം മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ മാരീഡ് ആയി കഴിഞ്ഞ ശേഷം ഡിവോഴ്സ് സമയത്ത് ലേഡീസിന് കുറേ കൂടെ അനുകൂലമായിട്ടുള്ള കുറെ റൂൾസ് ഉണ്ട്. അപ്പം ഈ ബോയ്സ് അത്ര പെട്ടെന്ന് ഇങ്ങനെ മാരേജിലേക്ക് വരത്തില്ല. അവർ കുറെ ആലോചിച്ച് ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ ലേഡീസിനാണ് കുറച്ചുകൂടെ അനുകൂലമായിട്ടായിരിക്കും എല്ലാം വരുന്നത്. അതെ അതെ. അപ്പൊ ആ സമയത്ത് പുരുഷന്മാരാണ് പ്രപ്പോസൽ നടത്തുന്നത്. അപ്പൊ അവര് ശരിക്കും ആലോചിച്ചു, ഓക്കെ ഇതാണ് എന്റെ ജീവിത പങ്കാളി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രപ്പോസലും പിന്നെ കല്യാണം ഒക്കെ ആവത്തുള്ളൂ. നമ്മളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ച് ഓസ്ട്രിയ എന്ന രാജ്യത്തെ കുറിച്ചും അല്ലെങ്കിൽ യൂറോപ്പിലെ പല കാര്യങ്ങളെയും കുറിച്ചും ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകിയ മീഗയ്ക്ക് പ്രേക്ഷകരുടെ പേരിൽ എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു.